നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് റോസ്മേരിനെ കുറിച്ചിട്ട് സംസാരിക്കാം. റോസ്മേരി എന്ന് പറഞ്ഞ ചെടിയെ കുറിച്ചിട്ട്. അതിപ്പം റീസെൻറ്റ് ട്രെൻഡിൽ വന്ന ഒരു ചെടിയാണിത്. ഇത് കേരളത്തിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു പാചക സസ്യത്തിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമായിരുന്നു. ആ ഒരു സുഗന്ധമുള്ള ഒരു നിത്യഹരിത ചെടിയായിരുന്നു ഇത്. അപ്പം ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു ട്രെൻഡിൽ വന്നിട്ടുണ്ട്. കാരണം ഒത്തിരി ഹെയർ കെയർ ഓയിലുകളിൽ അല്ലെങ്കിൽ ഹെയർ കെയർ സൊല്യൂഷൻസിൽ ഈ റോസ്മേരിയുടെ ഓയിൽസും വാട്ടറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോസ്മേരി എസൻഷ്യൽ ഓയിൽ ഇപ്പോൾ റീസെൻറ്റ് ട്രെൻഡായിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറേ കുട്ടികളുടെ ഡൗട്ട് വരുന്നുണ്ട്. ഇതിപ്പം ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ടോ വാട്ടർ സ്പ്രേ ചെയ്താൽ, അല്ലെങ്കിൽ റോസ്മേരി ഓയിലോ എസൻഷ്യൽ ഓയിലോ എങ്ങനെ ഉപയോഗിക്കാൻ നോക്കി. അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നുള്ളത്. ഞാനിപ്പം നേരത്തെ പറഞ്ഞത് റോസ്മേരി ഒത്തിരി കാലങ്ങളായിട്ടുണ്ട്. അത് ഇത് കുക്കിങ്ങിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണിത്. അപ്പം ഒത്തിരി ഇതിൻ്റെ പൊടി അല്ലെങ്കിൽ ഇതിൻ്റെ എസൻഷ്യൽ ഓയില് അല്ലെങ്കിൽ റോസ്മേരി അടങ്ങിയ നമ്മുടെ തലയിൽ പുരട്ടുന്ന എണ്ണകൾ അതൊക്കെ മാർക്കറ്റിൽ വളരെ സുലഭമാണ്. ഇതിനകത്ത് പൊട്ടൻ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതായത് ഫൈറ്റോ കെമിക്കൽസ്, അതായത് ഹെയറിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഘടകങ്ങൾ ഈ റോസ്മേരിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഹെയറിൻ്റെ എല്ലാ സൊല്യൂഷനും, ഇപ്പോൾ ഹെയറിൽ വരുന്ന ഡാൻഡ്രഫ് ആയിക്കോട്ടെ, മുടി പൊട്ടുന്നതായിക്കോട്ടെ, ഇനി മുടി കൊഴിഞ്ഞിട്ട് തിരിച്ച് വരാത്ത അവസ്ഥ ആയിക്കോട്ടെ, എല്ലാത്തിലും ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം. മെയിനായിട്ടും നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ആ ഒരു ഹെയർ റൂട്ട് സ്ട്രെങ്തൻ ആവുന്നു. ഹെയർ റൂട്ട് സ്ട്രെങ്തൻ ആയാൽ തന്നെ ആ ഒരു ഹെയർ ഫാൾ കുറയുന്നുണ്ട്. സ്കാൽപ്പ് ക്ലിയർ ആയിട്ടിരിക്കും, ഡാൻഡ്രഫ് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പം അതാണ് നമുക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെ റോസ്മേരി ടീ ഉള്ളിലേക്ക് കഴിക്കുന്നതാണ്. ഇപ്പം റോസ്മേരിയുടെ ഇലയുടെ പൊടി, ഉണക്കി പൊടിച്ച പൊടി നമ്മൾ ചായപ്പൊടിക്ക് പകരം നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ടീ ആക്കിയിട്ട് അല്ലെങ്കിൽ റോസ്മേരി ചായ ആക്കിയിട്ട് കുടിക്കുന്നതും ഈ ഹെയറിനും സ്കിന്നിനും ഒക്കെ ഒത്തിരി നല്ലതാണ്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ ഉപയോഗമാണ് ആൾക്കാർ ചോദിക്കുന്നത്. അതിൽ നമുക്കിപ്പം ഈ ഒരു വീഡിയോയിൽ പറയാം. നമ്മളിപ്പോൾ റോസ്മേരി പൊടിയാണ് ഉപയോഗിക്കുന്നത്, ഇലയുടെ പൊടിയാണ് വാങ്ങിക്കുന്നത് എങ്കിൽ നമ്മളിപ്പോൾ ഹെന്ന ഉപയോഗിക്കുന്ന കൂട്ടത്തിലോ നീലാമ്പരി പൊടി ഉപയോഗിക്കുന്ന കൂട്ടത്തിലോ ഒക്കെ നമുക്കത് മിക്സ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾക്ക് കളറിങ് ഡൈ ഉണ്ടാക്കുമല്ലോ നമ്മൾ നീലാമ്പരി അല്ലെങ്കിൽ ഹെന്ന ഒക്കെ ഉപയോഗിച്ച്, അതിൻ്റെ കൂടെ നെല്ലിക്കാപ്പൊടി ഒക്കെ പോലെ തന്നെ നമുക്ക് റോസ്മേരിയുടെ പൊടി ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് ഈ കട്ടൻ ചായയിലോ വെള്ളത്തിലോ കലക്കി വെച്ചിട്ട് നമുക്ക് തലയിൽ തേക്കാവുന്നതാണ്, ആ ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കളർ കൊടുക്കുമെങ്കിൽ ഈ റോസ്മേരിയുടെ പൊടി ഞാൻ പറഞ്ഞതുപോലെ ഹെയറിൻ്റെ സ്കാൽപ്പിൻ്റെ സർക്കുലേഷൻ കൂട്ടാനും ഹെയർ ഫോൾ കുറയ്ക്കാനുമായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഹെയർ ഡൈയുടെ ഒരു ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ റോസ്മേരിയുടെ പൊടി തന്നെ നമുക്ക് വെറുതെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഹെന്നയൊക്കെ ഇടുന്ന പോലെ തലയിൽ ഒരു ഹെയർ പാക്ക് ആക്കി ഇട്ട് വെക്കുന്നതും വളരെ നല്ലതാണ്. അടുത്തതായിട്ട് നമുക്ക് റോസ്മേരി വാട്ടർ സ്പ്രേ ചെയ്യുന്നത് ഇപ്പോൾ കുറേ യൂട്യൂബേഴ്സൊക്കെ റീസെൻറ്റ് ട്രെൻഡായിട്ട് ചെയ്യുകയും ഒത്തിരി ടീനേജേഴ്സ് ഇതിനെക്കുറിച്ച് ഡൗട്ട് മെയിൽസിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് വളരെ നല്ലതാണ്. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ റോസ്മേരി ഒന്ന് തിളപ്പിച്ച്, അതായത് റോസ്മേരിയുടെ പൊടിയിട്ട് ഒന്ന് തിളപ്പിച്ച് ഇതിനൊരു ചായ പോലെ ആക്കി ഇത് തണുക്കണം. തണുത്ത ശേഷം ആറിയ ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്കാൽപ്പിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചില ആൾക്കാർ വെള്ളത്തിൽ വെറുതെ കലക്കിയിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഒന്ന് ചൂടാക്കിയിട്ട് ആറിയിട്ട് തലയിലേക്ക് സ്പ്രേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ റോസ്മേരിയുടെ എസൻഷ്യൽ ഓയിൽ കിട്ടും, വളരെ നല്ലതാണ്. അല്ലെങ്കിൽ കെമിക്കൽസ് ഒന്നും ചേർന്നിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഏതെങ്കിലും ഒരു കാരിയർ ഓയിലുമായിട്ട് ചേർത്ത്, ബദാം ഓയിലോ കാസ്റ്റർ ഓയിലോ അതുപോലെ വെർജിൻ കോക്കനട്ട് ഓയിലോ എന്തെങ്കിലും ഒരു ഓയിലിൻ്റെ അകത്ത് ഒരു 3-4 തുള്ളി, എസൻഷ്യൽ ഓയിലാകുമ്പോൾ അത് അത്രയും പൊട്ടൻ്റ് ആയിരിക്കും, അതുകൊണ്ട് ഒരു 3-4 തുള്ളി മാത്രം കലർത്തിയ ശേഷം അത് മിക്സ് ചെയ്ത് തലയിൽ പുരട്ടി ഒരു ഹാഫ് ആൻ അവറിന് ശേഷം ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ്. ഇനിയിപ്പോൾ അല്ല, റോസ്മേരി ഉണ്ടാക്കിയ എണ്ണയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തൊരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ ശേഷം കഴുകി കളയാവുന്നതാണ്. അപ്പോൾ ഇതാണ് ആ ഒരു റോസ്മേരി എന്ന ചെടി. വളരെ റീസെൻ്റ് ആയിട്ട് ഭയങ്കരമായിട്ടും ട്രെൻഡായത്. എനിക്ക് തോന്നുന്നു 2-3 മാസമായിട്ട് മെയിൻലി ഇത് ഒത്തിരി ആൾക്കാർ ഫാർമസികളിൽ നിന്ന് വാങ്ങിക്കുന്നൊക്കെയുണ്ട് ഇത് വീഡിയോസൊക്കെ കണ്ടിട്ട്. അപ്പം ഇത് വളരെ നല്ലത് തന്നെയാണ്. ഇത്രയും കാലം ഇത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.